നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അനുനിമിഷം, അനുദിനം സാങ്കേതിക വിദ്യ വികാസം പ്രാപിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ വികാസ പരിണാമങ്ങൾ ദന്തചികിത്സാ മേഖലയിലും ദൃശ്യമാണ്. ഭൂമിയിൽ ദൈവം മനുഷ്യന് കനിഞ്ഞേകിയ വരദാനമാണ് ചിരിക്കുവാനുള്ള കഴിവ്. മനോഹരമായ പുഞ്ചിരിക്ക്, ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖഭാവങ്ങൾക്ക് നാം പല്ലുകളോട് കടപ്പെട്ടിരിക്കുന്നു. പാൽപുഞ്ചിരിയെന്നും നിലാവ് പോലുള്ള പുഞ്ചിരിയെന്നും പുഞ്ചിരിയെ നമ്മൾ കാവ്യാത്മകമായി, കാൽപ്പനികമായി, സാഹിതീയമായി വർണ്ണിക്കാറുണ്ട്. ദന്ത ചികിത്സാ മേഖലയിലെ വിപ്ലവാത്മകരമായ പരിവർത്തനമാണ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ, ഗവൺമെൻറ് ഡെൻ്റൽ അർബൽ ഡെൻ്റൽ ക്ലിനിക്. സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം, ഏറെ ബഹുമാനപൂർവ്വം സാമൂഹ്യപാഠത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന വിഷയത്തെ അധികരിച്ചു. ഇപ്പോൾ ദന്തചികിത്സാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ, വർത്തമാന കാലഘട്ടത്തിൽ ഏറെ കേൾക്കുന്ന പദമാണ് ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, അതുപോലെ തന്നെ സ്മൈൽ ഡിസൈനിങ് എന്നുള്ളതൊക്കെ. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ എന്താണ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്നറിയാനുള്ളൊരു താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് വിശദമാക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രസ്തുത വിഷയത്തിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ആമുഖത്തിൽ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒരു പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഏതൊരു വസ്തുവിനും അത് കൃത്യമായിട്ട് ആ ഒരു ചില കാര്യങ്ങൾ അതിൻ്റെ ആ കറക്റ്റ് അനുപാതത്തിൽ അല്ലെങ്കിൽ കറക്റ്റ് പ്രപ്പോർഷനിൽ വരുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള ഒരു വസ്തുവായിട്ട് നമ്മൾ വിഭാവനം ചെയ്യപ്പെടുന്നത്. ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ സുവർണ്ണ അനുപാതം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ പ്രപ്പോർഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ നേച്ചറിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു വസ്തുവിനെ നമ്മളിപ്പോൾ പ്രശസ്തമായൊരു വാചകമുണ്ട്, കാണുന്ന ആളിൻ്റെ കണ്ണിലാണ് സൗന്ദര്യം ഇരിക്കുന്നതെന്ന് പറയാറുണ്ട്. ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ബിഹോൾഡർ എന്ന് പറയാറുണ്ട്. എന്നാൽ തന്നെയും തീർച്ചയായിട്ടും ആ ഒരു വസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അളവ് കോലുകൾ പാലിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ ഭംഗിയുള്ളതായിട്ട് വിഭാവനം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയിലുള്ള വസ്തുക്കളെ പോലെ തന്നെ ഇപ്പോൾ പല്ലിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അവിടെ പറയുന്ന ഒരു ടെർമിനോളജി എന്ന് പറഞ്ഞാൽ പിങ്ക് വൈറ്റ് പ്രപ്പോർഷൻ എന്ന് പറയും. എപ്പോഴും കൂടുതൽ നമ്മൾ പല്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് വെള്ള നിറം എന്നുള്ളതായിരിക്കും. പക്ഷേ ഈ പിങ്ക് വൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിനനുബന്ധമായിട്ട് മോണയുണ്ട്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള കലകളുണ്ട്. അപ്പോൾ ഈ മൃദുവായിട്ടുള്ള കലകൾ ചിലപ്പോൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ ചിലർ നമ്മൾ ചിരിക്കുമ്പോൾ പറയും ഒരുപാട് മോണ കാട്ടിച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ പല്ല് ചിലപ്പോൾ ചെറുതാകുന്നത് തോന്നും, പക്ഷെ മോണയുടെ അമിതമായിട്ടുള്ള വളർച്ചയായിരിക്കും കാരണം. ഇനി മറ്റു ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ മോണ ചിലപ്പോൾ മേലോട്ട് കയറി പോകാറുണ്ട്, മോണയുടെ പിൻവാങ്ങൽ എന്ന് പറയും. അപ്പോൾ പല്ലിൻ്റെ വേരൊക്കെ കൂടുതലായിട്ട്, അപ്പം പല്ലിന് നീളം വെച്ചതുപോലെ തോന്നും. അപ്പോൾ ഇത് രണ്ട് വന്നു കഴിഞ്ഞാലും അതത്ര ഭംഗിയുള്ള ഒരു ചിരി ആയിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വെള്ളയും പിങ്കും തമ്മിലുള്ള അനുപാതം, അല്ലെങ്കിൽ പിങ്കും വൈറ്റും തമ്മിലുള്ള ആ ഒരു പ്രപ്പോർഷൻ കൃത്യമായിട്ട് പാലിക്കപ്പെടുമ്പോഴാണ് നമുക്കതൊരു ഭംഗിയുള്ള ചിരിയാവെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് പല്ലിനും ആ ചിരിക്കും ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ പല്ലിൻ്റെ ഒരു സൈസിലുള്ള അതിൻ്റെ ഒരു സൈസ് കുറയുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പിലുള്ള ആകാരത്തിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഒന്ന് അകത്തേക്കോ പുറത്തേക്കോ തിരിഞ്ഞിരിക്കുക, റൊട്ടേഷൻ എന്ന് പറയാറുണ്ട്. അപ്പം പല്ലുകൾ അതിൻ്റെ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കാരണം അതിന് ഒരു ചിരിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കപ്പെടാം. അതോടൊപ്പം തന്നെ പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനെ 3 ലെവലിലാണ് തരംതിരിക്കാറ്. നമ്മുടെ ചിരിയിലുണ്ടാകുന്ന അപാകതകളെന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം വരാം. രണ്ടാമത് പല്ലിനെ ഉൾക്കൊള്ളുന്ന അസ്ഥിയായിട്ടുള്ള നമ്മുടെ ഇവിടെ കീഴ്ത്താടിയും മേൽത്താടിയും ഉണ്ട്. അപ്പോൾ ചില ആൾക്കാരുടെ പല്ല് കറക്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ അതിനെ ഉൾക്കൊള്ളുന്ന അസ്ഥിക്ക് ഒരു തള്ളലുണ്ടാവും. അപ്പോൾ അത് സ്കെലിറ്റൽ പ്രോബ്ലംസ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലും അസ്ഥിയും ഒക്കെ കൃത്യമായിട്ടിരിക്കും, പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൃദുവായിട്ടുള്ള കലകൾ, ഇപ്പോൾ മോണ അമിതമായിട്ട് കാണുന്നു. അപ്പോൾ അവിടെ ആയിരിക്കണം നമുക്ക് ഒരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയൊക്കെ നമ്മുടെ ചിരിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അവയെല്ലാം കൂടി കൃത്യമായിട്ട് പരിഹരിച്ചെടുക്കുന്ന ഒരുപാട് ചികിത്സകളുണ്ട്. അതിനെല്ലാം കൂടി ഒരുമിച്ച് നമുക്കൊരു പറയാനൊരു എളുപ്പത്തിന് പറയുന്ന ഒരു രീതിയാണ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദന്ത ചികിത്സയിൽ ഒരുപാട് ദന്തശാസ്ത്രത്തിൽ ഒട്ടേറെ വിഭാഗങ്ങളുണ്ട്, ഉപവിഭാഗങ്ങളുണ്ട്. ദന്ത ക്രമീകരണ വിഭാഗമുണ്ട്, ഓർത്തഡോണ്ടിക്സ് ഉണ്ട്, പല്ലിനെ നമ്മൾ റൂട്ട് കാനൽ ചെയ്യുന്ന എൻഡോഡോണ്ടിക്സ് ഉണ്ട്, മോണരോഗ വിഭാഗമായിട്ടുള്ള പെരിയഡോണ്ടിക്സ് ഉണ്ട്,
അതോടൊപ്പം തന്നെ സർജിക്കൽ വിഭാഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഇൻ്റർപ്ലേ ആണ്, ശരിക്കും ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള, അതായത് ഒരുപാട് ശാഖകളുടെ അതിൽ കൂടിച്ചേരലായിട്ടുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും അവരുടേതായിട്ടുള്ള റോളുകൾ കൃത്യമായിട്ട്, ഈ ഓരോ സ്പെഷ്യലിസ്റ്റും അവരുടേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി നമുക്കൊരു വ്യക്തിക്ക് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയുടെ സവിശേഷത. തീർച്ചയായിട്ടും. ഡോക്ടർ വളരെ വിശദമായി തന്നെ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്താണെന്ന് വിശദീകരിക്കുകയുണ്ടായി. ദന്തചികിത്സാ മേഖലയുടെ ഒരുപാട് ശാഖകൾ കൂടിച്ചേരലാണ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് വളരെ വ്യക്തമായി പറയുകയും, ഈ കാണുന്ന വ്യക്തിയുടെ കാഴ്ചയിലാണ് സൗന്ദര്യത്തെ നിർവചിക്കുന്നത് എങ്കിൽ പോലും ചില വസ്തുതകളുടെ കൂടിച്ചേരൽ ആ സൗന്ദര്യത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്നു എന്നും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിർത്തുകയുണ്ടായി. ഈ പുഞ്ചിരിയെക്കുറിച്ചും ചിരിയെക്കുറിച്ചും പറയുമ്പോൾ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെ വിശദീകരിച്ചപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു, ഇപ്പോൾ മോണകാട്ടിയുള്ള ചിരി, പലർക്കും പല രീതിയിലുള്ള ചിരി നമുക്ക് കാണാറുണ്ട് ജീവിതത്തിൽ. ഈ ചിരി മാറണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ പല്ലിൻ്റെ ഒരു ഷേപ്പ് മാറണമെന്നും മനോഹരമായ പുഞ്ചിരി ലഭ്യമാകണമെന്നും ഒക്കെ ഉള്ളത് ഓരോ വ്യക്തിയുടെയും ആഗ്രഹം തന്നെ, തീർച്ചയായിട്ടും ഉള്ള ആഗ്രഹം തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെ പോലെ തന്നെയാണ് സ്മൈൽ മേക്ക് ഓവറും ദന്തചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഏറെ കേൾക്കുന്നൊരു പദമാണ്. എന്താണ് സ്മൈൽ മേക്ക് ഓവർ എന്നതിനെക്കുറിച്ച് പ്രേക്ഷകർക്കായി ഒന്ന് വിശദമാക്കാൻ ഡോക്ടർ? തീർച്ചയായിട്ടും മേക്ക് ഓവർ അല്ലെങ്കിൽ മേക്കപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു ഏത് പ്രോഗ്രാം ആണെങ്കിലും അതിനോടൊപ്പം ഒരു വസ്ത്രാലങ്കാരം അല്ലെങ്കിൽ ചിരി എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് വിഭാവനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞതുപോലെ ചിരിക്കൊരു മേക്കപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ചിരിയെ കൂടുതലായിട്ട് നമുക്കൊന്ന് എങ്ങനെ മോഡിഫൈ ചെയ്ത് മനോഹരമാക്കുക എന്നുള്ളതാണ്. സ്മൈൽ മേക്ക് ഓവർ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ചിരിയെ നമുക്ക് മാസ്ക് ചെയ്ത് അതിനെ കുറച്ചുകൂടി മനോഹരമായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. ഈ മേക്ക് ഓവർ നമുക്ക് പല രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോൾ നമ്മൾ പാർട്ടി വെയർ മേക്കപ്പ് എന്ന് പറയാറുണ്ട്. ഈ ചില പാർട്ടി ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മേക്കപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചിരിയിലാണെന്നുണ്ടെങ്കിലും ചില കേസുകളിൽ ടെമ്പററി ആയിട്ട് ഈ മേക്ക് ഓവർ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥകൾ, അതാണ് എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത്. ഇപ്പോൾ തിയേറ്ററിക്കൽ ഡെന്റിസ്ട്രി എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ചില സിനിമകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് പ്രോസ്തറ്റിക് ആയിട്ടുള്ള മേക്കപ്പുകൾ വെക്കാറുണ്ട്. ഇപ്പോൾ ദശാവതാരത്തിലെ കമലഹാസൻ നമുക്കറിയാം 10, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ കുഞ്ഞിക്കൂനനിലെ ദിലീപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചിരിയെ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട്, അപ്പോൾ അതൊക്കെ ടെമ്പററി ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അത് കഴിയുമ്പോൾ നമ്മളത് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെയാണ് ടെമ്പററി മേക്ക് ഓവർ എന്ന് പറയും. ഇപ്പോൾ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ഈ മേക്ക് ഓവർ വേണം, അത് പെർമനൻ്റ് ആയിട്ട് വേണ്ട മേക്ക് ഓവറാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ടെക്നിക്സിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ടെമ്പററി മേക്ക് ഓവറിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടൂത്തിലൊന്നും തന്നെ നമ്മൾ മോഡിഫിക്കേഷൻ, അതായത് അതിനൊന്നും തന്നെ റെഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു സിനിമ കഴിയുമ്പോൾ ആ ആൾക്കാർക്ക് അവരുടെ സ്വന്തം പല്ലുകൾ വീണ്ടും അതുപോലെ വേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പററി ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഒരു ടെമ്പററി ആയിട്ടൊരു പ്രോസസ്സസ് ഉണ്ടാക്കിയിട്ട് പഴയ പല്ലിനെ, അതായത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള പല്ലിനെ മാസ്ക് ചെയ്തിട്ട് അതിനെ ഹൈഡ് ചെയ്ത് അതിൻ്റെ പുറത്ത് പുതിയൊരു രീതിയിൽ ഒരു പ്രോസ്തറ്റിക് ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ സാധാരണ ഈ നമ്മുടെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ചിലർക്ക് ഈ നമ്മുടെ ഒപ്റ്റുറൈറ്റർ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഫീഡിംഗ് പ്ലേറ്റ് എന്ന് പറയും. ഇപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാൽ, മുറി എണ്ണാക്ക് മുറിച്ചുണ്ടൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് മുറി എണ്ണാക്കുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രോസ്തറ്റിക് ആയിട്ട് ഫീഡിംഗ് പ്ലേറ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള മാക്സിലോ ഫേഷ്യൽ പ്രോസ്തറ്റിക്സ് എന്നാണ് പറയുന്നത്. സിലിക്കോൺ നിർമ്മിതമായിട്ടുള്ള വസ്തുവാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അത്തരത്തിലുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെമ്പററി ആയിട്ടുള്ള മേക്ക് ഓവർ കൊടുക്കാം. ഈ പെർമനൻ്റ് ആയിട്ടുള്ള മേക്ക് ഓവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അത് പിന്നീട് മാറ്റേണ്ട ഒന്നല്ല, തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് പെർമനൻ്റ് ആയിട്ടുള്ള മേക്ക് ഓവർ. അപ്പോൾ അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള മേക്ക് ഓവറുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലർ ശടിക്കാറുണ്ട്. അതായത് നമ്മുടെ ഐഡിയലായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പിങ്ക് വൈറ്റ് റേഷ്യോ കൃത്യമായിരിക്കണം, പല്ലുകളുടെ വിഡ്ത്തും ലെങ്തും ഒക്കെ ഒരു പ്രൊപ്പോർഷൻ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്ന സ്കിൻ ടെക്സ്ചർ നോക്കാറുണ്ട്. ഇപ്പോൾ ഒരു അല്പം ഒരു വീറ്റിഷ് ആയിട്ടുള്ള കോംപ്ലക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈറ്റ് ആയിട്ടുള്ള ഒരു പല്ല് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭംഗി ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഒരു ഷെയ്ഡ് അല്പം കൂടി നെക്സ്റ്റ് ലോവർ ഷെയ്ഡായിരിക്കും നല്ലത്. എന്നാലും ചില ആൾക്കാർ ചിലപ്പോൾ ശടിക്കാറുണ്ട്, എനിക്ക് നല്ല വെള്ള പല്ല് തന്നെ വേണമെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പേഷ്യൻറ്റിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരും ഡോക്ടറും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ട്, നമുക്കിപ്പോൾ നമ്മൾ സാധാരണ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ
നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ നമ്മൾ ഓടിച്ച് നോക്കാറുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയാറുണ്ട്. അതേ ടേം തന്നെ നമ്മൾ ഡെന്റലിൽ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. സ്മൈലിനൊരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു പാരാമീറ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പല രീതിയിലുള്ള ടെസ്റ്റ് ഡ്രൈവുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ഡ്രൈവ് വെച്ച് നോക്കിയതിന് ശേഷം അത് കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റലായിട്ട് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്താം. ആ ഡിജിറ്റലിൽ നിന്ന് നമുക്ക് 3D പ്രിൻറ്റേഴ്സ് ലഭ്യമായിട്ടുണ്ട്. 3D പ്രിൻറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡിജിറ്റലായിട്ടുള്ള ഈ ഫയല് ഇത് നമുക്ക് എക്സോ കാഡ് ഇമേജസ് ആക്കിക്കൊണ്ട് അതിന് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. ആ പ്രിൻറ്റഡ് ആയിട്ടുള്ള മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാം. അത് വെച്ച് നോക്കിയതിന് ശേഷം അതിലെന്തെങ്കിലുമൊക്കെ ഒരു വിഡ്ത്ത് കൂട്ടേണ്ടതുണ്ടോ, ലെങ്ത് കൂട്ടേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കളറിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ തന്നെ ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഘട്ടത്തിൽ രോഗിക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അതിനുശേഷമായിരിക്കും നമ്മൾ ശരിക്കുമുള്ള ഒറിജിനലായിട്ട് ഒരു മേക്ക് ഓവറിലോട്ട് പോകുന്നത്. ഡോക്ടർ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. സാമൂഹ്യപാഠത്തിൽ ഇനിയൊരു ഇടവേള. It's a very nice centre for a holiday. ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും ചരിത്രങ്ങൾ ഇഴചേർന്ന് കിടക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം ദന്ത ചികിത്സാ മേഖലയിലെ നൂതന മാറ്റമായ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ, ഗവൺമെൻറ് അർബൽ ഡെന്റൽ ക്ലിനിക്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് സംസാരിച്ച് നിർത്തിയത് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്താണ്, അതുപോലെ തന്നെ സ്മൈൽ മേക്ക് ഓവറിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ച് നിർത്തിയത്. ഇപ്പോൾ മനോഹരമായ ചിരി, മനോഹരമായ പുഞ്ചിരി എല്ലാവരുടെയും ആഗ്രഹമായി നിലനിൽക്കുമ്പോൾ ഈ മനോഹരമായ പുഞ്ചിരി എത്ര ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, എത്ര ദിവസം കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും എന്നതും നമുക്കറിയാൻ താല്പര്യമുള്ള മേഖലയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം ഡോക്ടർ. തീർച്ചയായിട്ടും. ഞാൻ ആ സ്മൈൽ മേക്ക് ഓവറിൽ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടെമ്പററി ആയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കെന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫംഗ്ഷൻ വരുന്നു, ഒരു വിവാഹം വരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ നമ്മളിത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിവാഹം ഉറപ്പിക്കുമ്പോഴേ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പല്ല് ഒരു ക്രമീകരണമില്ലായിരിക്കുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നിരതെറ്റിയിരിക്കുന്നു. നമുക്ക് അതിനൊന്ന് പുനഃക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പണ്ട് ഇത് പാലിച്ചു പോകുന്നൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമ്പിയിട്ട് ശരിയാക്കുക എന്നുള്ളതാണ്. അതായത് ബ്രേസസ് എന്ന് പറയും, അല്ലെങ്കിൽ കൺവെൻഷണൽ ഓർത്തഡോണ്ടിക്സ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു വിവാഹം വരുന്നു. അപ്പോൾ ഒരു കൺവെൻഷനലായിട്ട് പണ്ട് തൊട്ടേ പാലിച്ചു പോകുന്നിരുന്ന ഈ ട്രഡീഷണൽ ആയിട്ടുള്ള രീതി നമ്മൾ അനുവർത്തിച്ച് കഴിഞ്ഞാൽ ഒരു 1-1.5 വർഷം എടുത്താലേ ഈ പല്ല് ശരിയാവുകയുള്ളൂ. അപ്പോൾ 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പല്ല് ജസ്റ്റ് ഒന്ന് അലൈൻ ആവത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന ഈ ഉപകരണങ്ങളുണ്ടല്ലോ, ഈ മുത്ത് കമ്പിയൊക്കെ തന്നെ അവിടെ ചിരിക്കുമ്പോഴത്തേക്കും ആ ഫോട്ടോയിലൊക്കെ അത് കാണും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അഭംഗി ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള പഴയ രീതികളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു 6 മാസം അല്ലെങ്കിൽ 5 മാസം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ക്ലിയർ ആയിട്ടുള്ള അലൈനേഴ്സ് ഉണ്ട്. അപ്പോൾ ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, സുതാര്യമായിട്ടുള്ള ട്രേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവയെ കൃത്യമായിട്ട് അലൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനാണെങ്കിലും കുറഞ്ഞത് നമുക്കൊരു 4 മുതൽ 5 മാസം വേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ കിരൺ ചോദിച്ചതുപോലെ ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ വന്നു കഴിഞ്ഞിട്ട്, ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്കൊരു ഫംഗ്ഷനുണ്ട്, ഒരു വിവാഹമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ചിരി മനോഹരമാക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അലൈനേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ സ്മൈലിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് 2-3 രീതികളുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെനീറുകളെന്ന് പറയാറുണ്ട്. നമുക്ക് നോർമലി നമ്മൾ ഈ പ്ലൈവുഡിൽ മൈക്കൊക്കെ ഒട്ടിക്കുന്നത് പോലെ കൃത്യമായിട്ട് പല്ലിനകത്ത് ഒട്ടിക്കുന്ന ടൈപ്പ് ഫില്ലിങ്ങിനെയാണ് നമ്മൾ വെനീർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാമിനേറ്റ്സ് എന്ന് പറയാറുണ്ട്. ആ വെനീറിൽ തന്നെ പല രീതിയിലുള്ള വെനീറുകൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ആ വെനീർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വെനീർ കൊടുക്കാത്ത കേസുകൾ ക്രൗൺസും കൊടുക്കാറുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ക്രൗൺ അല്ലെങ്കിൽ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം പല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഒന്ന് ഒരു 2 മില്ലിമീറ്റർ കുറച്ചതിന് ശേഷം അവിടെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറേഷനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. എന്നാൽ വെനീർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ പല്ലിൻ്റെ നമ്മൾ ചിരിക്കുന്ന ഭാഗത്തിനെ മാത്രം നേർത്ത രീതിയിൽ ഒന്ന് റെഡ്യൂസ് ചെയ്തതിന് ശേഷം അവിടെ കൊടുക്കുന്ന ഒരു റെസ്റ്റോറേഷനാണ്, ഒരു പാളി പോലെ ഒട്ടിച്ചെടുക്കുന്നതിനെയാണ് ഡെന്റൽ വെനീർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെനീർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 3-4 ദിവസം കൊണ്ട് ഈ ഒരു അഭംഗി പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്.
ഡോക്ടർ നമ്മോടൊപ്പം ആദ്യ പ്രേക്ഷകൻ ലൈനിൽ ചേരുകയാണ്. നമുക്കാരെ നോക്കാം. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം മാഡം, പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? എന്റെ പേര് ശോഭന. മാഡം എവിടെ നിന്ന് വിളിക്കുന്നത്? ട്രിവാൻഡ്രത്തുനിന്നാ. ഓക്കെ മാഡം, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. നമസ്കാരം മാഡം. 8 years ഉണ്ടായേ. ആ പല്ലുകൾ തങ്ങളിൽ അകലമാണ്. അപ്പോൾ മോലത്ത് 8 വയസ്സാണോ? 8 വയസ്സ്. എപ്പോഴാണ് അതിന്റെ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ. 8 വയസ്സല്ലേ ആയുള്ളൂ മാഡം? തന്നെ. 8 വയസ്സ് നോർമലി നമ്മൾ ഈ പാൽപ്പല്ലുകളും സ്ഥിരമായിട്ടുള്ള പല്ലുകളും കൂടെ ഒരുമിച്ച് വരുന്നതാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് നമ്മൾ സമ്മിശ്ര ദന്ത കാലഘട്ടം എന്ന് പറയും, അല്ലെങ്കിൽ മിക്സഡ് ഡെന്റീഷൻ പീരീഡ് എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് ചെറിയ തോതിലുള്ള ഒരു സ്പേസ്ഡ് ഡെന്റീഷൻ ആയിരിക്കും, ചെറിയ ഒരു സ്പേസിങ് വരുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഒരു 10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ പാൽപ്പല്ലിലെ കനൈൻ അല്ലെങ്കിൽ കോമ്പല്ലുകൾ ഇളകിയിട്ട് പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള കനൈനുകൾ അല്ലെങ്കിൽ കോമ്പല്ലുകൾ വരുന്നുണ്ടാവും. അപ്പോൾ അതുവരെ നമ്മൾ പറയുന്നത് എപ്പോഴും നമ്മൾ ചിരി നോക്കിക്കഴിഞ്ഞാൽ ഒരു അഭംഗി ഉണ്ടാവും. അതെല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്നതാണ് അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ എപ്പോഴും ചിരിക്കുമ്പോഴത്തേക്കും ആ ഒരു 8 മുതൽ 10 വയസ്സുള്ള കുട്ടികളുടെ ചിരി നോക്കിക്കഴിഞ്ഞാൽ ഒരു അഭംഗിയുണ്ട്, അത് നോർമലാണ്. അപ്പോൾ അത് ബോഡി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ പെർമനൻ്റ് ആയിട്ടുള്ള കോമ്പലിൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റഡ് ആവും. അപ്പോൾ അത് 10 വയസ്സിന് ശേഷവും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടികളുടെ ദന്തരോഗ വിദഗ്ധനെ കാണിച്ച് ഒന്ന് പരിശോധിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ഈ ഒരു വയസ്സിൽ 8 വയസ്സിലുള്ള സമയത്ത് നമ്മുടെ കീഴ്ത്താടിയിലെ പല്ലുകൾ എപ്പോഴെങ്കിലും മേൽത്താടിയിലെ പല്ലിനേക്കാൾ കവച്ച് വെച്ച് ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ 10 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രോസ് ബൈറ്റ് എന്ന് പറയും. അതായത് എപ്പോഴും മേൽത്താടി വേണം ഫ്രണ്ടിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ചില ആൾക്കാരിൽ കീഴ്ത്താടിയിലെ പല്ലുകൾ മേൽത്താടിയേക്കാളും മുന്നിലേക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കേസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ക്രോസ് ബൈറ്റിനെ അപ്പം തന്നെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ചില ദുശ്ശീലങ്ങൾ കുട്ടികൾ കാണുന്ന, ഇപ്പോൾ വിരലൂറുന്ന ശീലമുണ്ട്, അല്ലെങ്കിൽ വാ തുറന്നു വെച്ച്, അത് ദുശ്ശീലമാണെങ്കിൽ കൂടി മിക്ക കുട്ടികളിലും ഇപ്പോൾ മൂക്കിൻ്റെ പാലത്തിനൊരു വളവൊക്കെ ഉള്ള കുട്ടികളിലോ അല്ലെങ്കിൽ അഡിനോയിഡ്സ് പോലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക്, അതായത് ENT സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള കുട്ടികൾക്ക് അവർക്ക് മൂക്കിലൂടെ കൃത്യമായിട്ട് ശ്വാസം എടുക്കാൻ കഴിയാത്തത് മൂലം വാ തുറന്നു വെച്ച് ഉറങ്ങുന്ന ഒരു ശീലമാണ്. അതിനെ ദുശ്ശീലം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നഖം കടിക്കുന്ന ഒരു ശീലമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഉറക്കത്തിൽ പല്ലിങ്ങനെ കടിക്കുന്നവരുണ്ട്, പല്ല് ഇറുമ്പുന്ന ശീലമുണ്ട്, അതുപോലെ നമ്മൾ അറിയാതെ തന്നെ നാക്കുകൊണ്ട് പല്ലുകളെ തള്ളുന്ന ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വ്യതിയാനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഏജിൽ നമ്മൾ പരിഹരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിയുമ്പോൾ കുറച്ചുകൂടി പല്ലുകൾ തമ്മിലുള്ള ആ ഒരു ക്രമീകരണത്തിൽ ഒരു ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും അഡ്രസ്സ് ചെയ്യണം. ഈ സ്പേസിങ് മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. അത് നമ്മൾ 10 ഇയേഴ്സിൽ ആ കനൈൻ വരുന്ന സമയത്ത് നാച്ചുറലായിട്ട് കറക്റ്റ് ആകുന്നുണ്ടാവും. അതിനുശേഷവും പ്രശ്നം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കുട്ടികളുടെ ഒരു ദന്തരോഗ വിദഗ്ധനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക. ഓക്കെ മാഡം, മനസ്സിലായെന്ന് വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പോൾ ശോഭന മാഡം വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത് മനോഹരമായ പുഞ്ചിരി എത്ര ദിവസം കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായും നമ്മളിപ്പോൾ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ദന്തചികിത്സയിൽ സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സ്മൈൽ മേക്ക് ഓവറിനെ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് സ്മൈൽ ഡോണർ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഡോണർ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഈ സ്മൈൽ ഡോണർ എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഈ സ്മൈൽ ഡോണർ എന്നറിയാനൊരു താല്പര്യം നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എന്താണ് ഡോക്ടർ ഈ സ്മൈൽ? വളരെ കൗതുകം തോന്നുന്ന ഒരു പദമായിരിക്കും സ്മൈൽ ഡോണർ. നമ്മൾ രക്തദാതാവ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഒരാളുടെ പുഞ്ചിരി ദാതാവാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സ്മൈൽ ഡോണർ കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കിരണിന് ഒരാളുടെ സ്മൈല് വളരെ ഇഷ്ടമാണ്. അത് ചിലപ്പോൾ കിരണിൻ്റെ കുടുംബത്തിലുള്ള ഒരാളായിരിക്കും. അപ്പോൾ കിരണിൻ്റെ ഒരു കസിൻ്റെ സ്മൈല് കിരൺ നോക്കുമ്പോൾ, പുള്ളിയുടെ ചിത്രത്തിൽ നോക്കുമ്പോൾ ഒരുപാട് നല്ല ഭംഗിയുള്ള ഒരു പല്ലായിട്ട് തോന്നുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കസിൻ്റെ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരാധന തോന്നുന്ന കഥാപാത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ താരങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് മോഹൻലാലിൻ്റെ ചിരി വളരെ മനോഹരമായിട്ട് തോന്നും, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ചിരി മനോഹരമായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഒരു ആഗ്രഹം തോന്നുന്നു, എനിക്ക് ഇതുപോലെയുള്ളൊരു ചിരി കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഈ പുഞ്ചിരി ദാതാവാകാൻ കഴിയുക, അല്ലെങ്കിൽ സ്മൈൽ ഡോണർ എന്ന് പറയുന്നത്. അപ്പോൾ സ്മൈൽ ഡോണറിൽ നമുക്ക് ഇപ്പോൾ ആ സ്മൈൽ ഡോണർ കോൺസെപ്റ്റിൽ ഒരു നമ്മുടെ ഡേറ്റാ ബേസിൽ തന്നെ ഒരുപാട് സ്മൈല് ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. അതായത് പല സെലിബ്രിറ്റീസിൻ്റെ സ്മൈല് ഈ ഒരു സോഫ്റ്റ്വെയറിൽ, സ്മൈൽ ഡോണർ സോഫ്റ്റ്വെയറിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ചില സെലിബ്രിറ്റീസിൻ്റെ സ്മൈല് നമ്മൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ആ സ്മൈല് നമുക്ക് ചൂസ് ചെയ്തതിന് ശേഷം
നമ്മുടെ പല്ലുമായിട്ട് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കാറുണ്ട്. വേറൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലായിട്ട് നമ്മുടെ പല്ലിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്രൗൺ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ സ്മൈൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് സ്യൂട്ട് ആവും എന്നുള്ള രീതിയിൽ നമുക്കൊരു സൂപ്പർ ഇമ്പോസിഷൻ നടത്താം. അതിനുശേഷം നേരത്തെ പറഞ്ഞൊരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഈ ഒരു സ്മൈൽ ഇപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ സ്മൈൽ നമുക്ക് വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പല്ലിന് ചിരി അതുപോലെ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു ഇതുമായിട്ട് നമ്മുടെ മോണയുമായിട്ട് വയ്ക്കുമ്പോഴത്തേക്കും അതുമായിട്ട് കൃത്യമായിട്ടുള്ള അനുപാതത്തിലാണോ, ഇത് നമ്മുടെ മുഖത്തിന് ചേർച്ചയുള്ളതാണോ എന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വഴി തീരുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ സ്മൈല് മിക്കവാറും കുറേയൊക്കെ നമ്മുടെ ഈ ഡേറ്റാബേസിൽ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കസിൻ്റെ, നമ്മുടെ ഒരു ബന്ധുവിൻ്റെ, നമ്മുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമുക്കറിയാം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു സ്മൈലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആരുടെയാണോ സ്മൈൽ വേണ്ടത് അവരുടെ ഒന്നുകിൽ ഏറ്റവും നന്നായിട്ടുള്ള അവരുടെ സ്മൈൽ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടെങ്കിൽ അത് തന്നെ മതി. അല്ലെങ്കിൽ അവർ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ തന്നെ കൂട്ടി ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ ആ ഒരു ചിരി നമുക്ക് ഡിജിറ്റലി സ്കാൻ ചെയ്തെടുത്തിട്ട് ആ സ്കാനിങ് ഇമേജ് നമ്മുടെ ഈ ഒരു ചിരി ഇപ്പോഴത്തെ ഒരു ചിരിയുമായിട്ട് നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോണയുമായിട്ട് കൃത്യമായിട്ട് യോജിക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതനുസരിച്ചിട്ടുള്ള ആ ഒരു ഇമേജ് കൃത്യമായിട്ട് ലിങ്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ CAD CAM ഡിസൈനിങ് ഉപയോഗിച്ചുകൊണ്ട് അത് ഡിസൈൻ ചെയ്താൽ നമുക്ക് അതിനെ ക്രൗൺ ആക്കിയിട്ടോ അല്ലെങ്കിൽ വെനീർ ആക്കിയിട്ടോ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പിന്നെ ഫൈനലായിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ചിരി എന്ന് പറയുന്നത് നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ആളിൻ്റെ ചിരി പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കൗതുകരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് സ്മൈൽ ഡോണർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഈ മുംബൈയിലും ഡൽഹിയിലും ഒക്കെ വ്യാപകമായിട്ട് ഇപ്പോൾ സ്മൈൽ ഡോണർ രീതിയിൽ ഒരുപാട് നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരുപാട് സ്മൈൽ ഡോണർ രീതിയിലുള്ള സ്മൈൽ ഡിസൈനിങ് വ്യാപകമായിട്ട് ഇന്ന് ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയെക്കുറിച്ചും കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയുടെ സാധ്യതകളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ, ഗവൺമെൻറ് അർബൽ ഡെന്റൽ ക്ലിനിക്. ഡോക്ടർ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ലൈൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് ശങ്കരൻ നായർ. ഓക്കെ സാർ, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. സാറിന്റെ സംശയം ചോദിക്കൂ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാർ, എനിക്ക് രണ്ട് കാര്യങ്ങൾ. ഒന്നിന്റെ മോക്ക് വേണ്ടിയാണ്. നേരത്തെ സാർ പറഞ്ഞല്ലോ ഈ പല്ല് ചെറിയ ചെറിയ തള്ളലേ ഉള്ളൂ, അത് കമ്പി ഇടാതെ ചെയ്യുന്ന ഒരു സിസ്റ്റം സാർ പറഞ്ഞു. അത് ഗ്രൈൻഡ് ചെയ്യാതെയാണോ അത് ചെയ്യുന്നത്? അതിന് പ്രായപരിധി വല്ലതും ഉണ്ടോ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഈ 10 വർഷത്തിലധികമായി ഈ പല്ല് ഇത് എന്തല്ല നമ്മൾ പോടടയ്ക്കുന്ന സാർ പറഞ്ഞതിനും ഓർമ്മ വരുന്നില്ല, റൂട്ട് കനാൽ ചെയ്ത് ഇതെന്തല്ല ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പൊ അത് റീഅറേഞ്ച് ചെയ്യുമ്പോ ഇത് പൊട്ടിച്ച് ഗ്രൈൻഡ് ചെയ്ത് വീണ്ടും ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് സാർ മറുപടി പറഞ്ഞാൽ. സാർ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. മോളുടെ കാര്യത്തിൽ ഇപ്പോൾ കമ്പി ഇടാതെ ചികിത്സിക്കുന്നതിൽ നമുക്ക് ഏറ്റവും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് സുതാര്യമായിട്ടുള്ള അലൈനറുകൾ എന്ന് പറയാറുണ്ട്. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ പല്ല് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പല്ലിന് നമ്മൾ ഈ നോർമലി പണ്ട് മുത്ത് കമ്പികൾ ഒട്ടിക്കുന്നതിന് പകരം നമ്മുടെ പല്ലിൻ്റെ അളവ് സ്കാൻ ചെയ്തെടുത്തിട്ട് ഒരു സീരീസ് ഓഫ് ട്രേസ് ആണ് വരുന്നത്. നമ്മൾ സാധാരണ ഒരു സാഷേ പോലെ 1, 2, 3, 4 എന്ന് നമ്പർ ഇട്ടിട്ടുള്ള ഒരു ട്രേസ് നമുക്ക് ലഭ്യമായിട്ട് വരും. അതായത് അത് നമ്മുടെ മേൽത്താടിയിലും കീഴ്ത്താടിയിലും ഘടിപ്പിക്കാവുന്ന തരത്തിലുള്ള സുതാര്യമായിട്ടുള്ള ഒരു ട്രേ ആണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മുത്ത് കമ്പികൾ ഒട്ടിച്ചിരിക്കുന്ന ആൾക്കാർക്കറിയാം, അവർക്ക് ചില ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഒരുപാട് കട്ടിയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. ഈ കമ്പി അഴിക്കുന്നവർ 1.5 വർഷം എടുക്കും. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ട്രേസ് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനിഷ്യലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാവും. ഇനിഷ്യൽ അറ്റാച്ച്മെൻറ്റുകൾ ഡോക്ടറായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് എല്ലാ ദിവസവും രോഗിക്ക് ഒരു 20 മണിക്കൂറുകൾ ധരിച്ചാൽ മതിയാവും. 4 മണിക്കൂർ റെസ്റ്റാണ്. അപ്പോൾ
രാവിലെ പ്രാതൽ കഴിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വൈകിട്ടത്തെ ഭക്ഷണത്തിൻ്റെ സമയത്ത്, നമ്മൾ അത്താഴത്തിൻ്റെ സമയത്തൊക്കെ ഓരോ മണിക്കൂറുകൾ ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ കഴിക്കുക. അതിനുശേഷം വീണ്ടും ഈ ട്രേ വൃത്തിയാക്കിയിട്ട് ആ യഥാസ്ഥാനത്ത് ഘടിപ്പിച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ഫുഡ് റെസ്ട്രിക്ഷൻസ് ഇല്ല, എന്തും ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ സാധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു സുതാര്യമായുള്ളൊരു ട്രേ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകരണം ധരിച്ചിരിക്കുന്നതായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകത്തേയില്ല. അത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ അടുത്ത് വന്നാൽ കഴിഞ്ഞാൽ മാത്രമേ വളരെ നേർത്ത ഒരു ഉപകരണം ധരിച്ചിരിക്കാനായിട്ട് മറ്റുള്ള ആൾക്കാർ തിരിച്ചറിയത്തുള്ളൂ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർലിയർ യൂസ് ചെയ്തിരുന്ന കൺവെൻഷനലായിട്ടുള്ള മുത്തുകമ്പി ഉപയോഗിച്ച് നമുക്കൊരു 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം ഉപയോഗിച്ചാണ് ചികിത്സ പൂർത്തിയാവുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 3-1 സമയം മതി. അപ്പോൾ അതിലിപ്പോൾ 1.25 വർഷമൊക്കെ ഉള്ളത് ഇതിനകത്ത് ഒരു 5 മാസം കൊണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു 7 മാസം 8 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയാവുന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇതിന് പല്ല് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. പക്ഷേ ചെറുതായിട്ട് ഇപ്പോൾ സാറ് സൂചിപ്പിച്ച ചില കേസുകളിൽ ഇപ്പോൾ സ്പേസിങ് ഒട്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ നമ്മൾ അതിനെ പറയുന്നത് IPR എന്ന് പറയും, ഇൻ്റർ പ്രോക്സിമൽ റിഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ചില കേസുകൾ വളരെ മൈന്യൂട്ടായിട്ട് ഒരു 0.2 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലിമീറ്ററിൻ്റെ ഉള്ളിലുള്ള രീതിയിൽ വളരെ സുതാര്യമായിട്ടുള്ള IPR ഗേജുകൾ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് നമ്മൾ IPR ഇൻ്റർ പ്രോക്സിമൽ സ്ട്രിപ്പിംഗ് എന്ന് പറയും. അപ്പോൾ അത് ചെയ്തിട്ട് കാരണം ഈ ട്രേ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ലൈസിങ് വേണ്ടി വരാറുണ്ട്. പക്ഷേ ആ സ്ലൈസിങ് ചെയ്ത ഭാഗത്ത് നമ്മൾ അപ്പോൾ തന്നെ ഒരു ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ കൂടി, ഭാവിയിൽ കേടൊന്നും വരാതിരിക്കാനായിട്ട് ഫ്ലൂറൈഡ് വാർണിഷ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ കൂടി കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് കേട് വരാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. തീർച്ചയായിട്ടും പല്ലുകൾ ആ ഞെരുക്കം മാറിയിട്ട് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്ലൈസ് ചെയ്ത ഭാഗമൊക്കെ ചേർന്നിട്ട് ആ ലാസ്റ്റ് നമ്മളത് മാറ്റുമ്പോഴത്തേക്കും ആ പുഞ്ചിരി വളരെ മനോഹരമായിട്ടുണ്ടാകും. ഈ സാറ് രണ്ടാമത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് അകത്ത് നമ്മൾ റൂട്ട് ക്യാനൽ ചെയ്ത പല്ലിൻ്റെ ക്യാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് ചെയ്ത ഭാഗത്തിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, ചെറിയ ഡാമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റീപ്ലേസ് ചെയ്തിട്ട് പകരം പുതിയൊരു കവറിങ് കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ സാർ, മനസ്സിലായി വരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. സാമൂഹ്യ പാഠത്തിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ശ്രീ ശങ്കരൻ സാർ. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം നമ്മോട്. എനിക്ക് തോന്നുന്നു മുൻപ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് സാർ. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പണ്ട് ഈ പല്ലിന് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എങ്കിൽ നമ്മൾ അനുസരിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് പല്ലിൽ കമ്പിയിടുക എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി ദന്തചികിത്സ ഒരുപാട് പരിവർത്തനത്തിന് വിധേയമായിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇൻവിസാലിൻ ട്രീറ്റ്മെന്റ്, അതിനെക്കുറിച്ച് നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇൻവിസാലിൻ ട്രീറ്റ്മെന്റ് എന്നതിനെ കുറിച്ചൊന്ന് പറയാം. ഇൻവിസാലൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു, ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് സുതാര്യമായിട്ടുള്ള ട്രേസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ ക്ലിയർ അലൈനറുകൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ക്ലിയർ അലൈനറിൽ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ക്ലിയർ അലൈനർ പല രീതിയിലുള്ള ക്ലിയർ അലൈനേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇതിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇതിനകത്ത് ഇന്നിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒന്നാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവിസലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. 2006 ഇത് പോപ്പുലറായിട്ട് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 18 വർഷമായിട്ട് ഇത് സിയ ക്രിസ്റ്റി എന്ന് പറയുന്ന ആളാണത്, ഡോക്ടർ സിയ ക്രിസ്റ്റിയുടെ ഒരു കോൺസെപ്റ്റാണ് ഇൻവിസലൈനായിട്ട് മാറിയത്. അതിപ്പോൾ മെക്സിക്കോ എന്നാണ് അതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ ട്രേസ് ഒക്കെ US കോൺസെപ്റ്റാണ്, മെക്സിക്കോ എന്നാണ് അത് രൂപകൽപ്പന ചെയ്ത് വരുന്നത്. അപ്പോൾ ഇൻവിസലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള, ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള സുതാര്യമായിട്ടുള്ള ട്രേയെ കുറിച്ച് സൂചിപ്പിച്ചു. അതിൽ തന്നെയും ചില ട്രേസിന്, ഇപ്പോൾ ചില ട്രേസിന് ചെറിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ഫിറ്റ് എന്ന് പറയുന്നത് അത്ര പ്രോപ്പർ ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ നോർമലി നമ്മുടെ ഈ ഗംസുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ഇതും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വെക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ഇൻവിസലൈൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റതുമായിട്ട് നമ്മുടെ മറ്റ് ട്രേസുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ട്രേസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ്മെൻറ്റ് വരുന്നു എന്നുള്ളതും ഇൻവിസലൈൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇൻവിസലൈൻ നമുക്ക് 3 രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇൻവിസലൈൻ ഇൻവിസ് ഫസ്റ്റ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ നേരത്തെ ചില ശീലങ്ങളുണ്ടോ എന്ന് മുൻപത്തെ കോളറിനോട് ചോദിച്ചായിരുന്നു. ഇപ്പോൾ വിരലൂറുന്ന ശീലം അല്ലെങ്കിൽ എയർവേ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, ഇപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ സ്നോറിംഗ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അധികം ചെറിയൊരു പ്രശ്നമായിട്ട് പലരും കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് സ്നോറിംഗ് അല്ലെങ്കിൽ കൂർക്കം വലി എന്ന് പറയുന്നത്. അത് പലപ്പോഴും അണ്ടർലൈങ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്, ഉറക്കത്തിൽ നമ്മൾ അറിയാതെ ശ്വാസം കുറച്ച് സമയത്തേക്ക് നിന്ന് പോകുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു മുന്നോടി കൂടിയാണ് ഈ സ്നോറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എയർവേ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കുട്ടികളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് 6 വയസ്സ് മുതൽ ഇൻവിസ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ മറ്റൊരു രണ്ടാമത്തെ ഒരു വേർഷനാണ് കുറച്ചുകൂടി ടീനേജേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള
ഇൻവിസ് ടീൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്, ഇൻവിസ് അഡൾട്ടും ഉണ്ട്. അപ്പോൾ ഇൻവിസ് അലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ സുതാര്യമായിട്ടുള്ള ട്രേകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ചില കേസുകളിൽ നമ്മൾ സാധാരണ മുത്ത് കമ്പികൾ ഘടിപ്പിക്കുമ്പോൾ ഈ പല്ലുകൾ ഒരുപാട് അകത്തേക്കാണെന്നെങ്കിൽ ചെറിയ ഇലാസ്റ്റിക്സ് നമ്മൾ ഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ ചിലതിൽ നമുക്ക് ഇൻവിസിൻ്റെ കൂടെ ഇലാസ്റ്റിക്സ് കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ക്ലിയർ അലൈനേഴ്സ് അല്ലെങ്കിൽ സുതാര്യമായിട്ടുള്ള ദന്ത ക്രമീകരണ ചികിത്സയിലെ ഏറ്റവും അവസാന വാക്കെന്ന് പറയാവുന്ന. ഇനി ഇതിനെ കവച്ച് വെച്ച് മറ്റൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ 2024 ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഓൾ ഓവർ ദ വേൾഡ്, ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ ലോകത്ത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലിയർ അലൈനർ ടെക്നോളജിയാണ് ഇൻവിസ് അലൈൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഡോക്ടറെ, നമുക്കൊരു ചെറിയ ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. തല താഴില്ല താഴ്ത്തില്ല ഇവൾ തൻ കാലിൽ നിൽപ്പവൾ, ഇവൾ തൻ പുഞ്ചിരിക്കൊള്ളും മുഖമാണമ്മ തൻ മുഖം. കൊത്തിക്കീറുക വേടന്മാരുടെ കത്തിപ്പടരും ക്രൂരതയെ, ചങ്ങല നീറ്റുക നീനി വീണ്ടും മംഗലമുണരും കാടണയും, ചങ്ങല നീറ്റുക നീനി വീണ്ടും എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക്. പുനഃസംപ്രേഷണം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്നത് ദന്തചികിത്സാ മേഖലയിലെ നൂതന മാറ്റമായ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ, ഗവൺമെൻറ് ഡെൻ്റൽ അർബൻ ഡെൻ്റൽ ക്ലിനിക്. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. സാമൂഹ്യപാഠമാണ്. പേര് പറഞ്ഞ് പരിചയപ്പെടുത്താമോ? പേരെന്താണ്? പേര് രഞ്ജിത്ത്. രഞ്ജിത്ത്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട്. ഓക്കെ രഞ്ജിത്ത്, എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. ഞാൻ പല്ല് പാർട്ടിക്ക് 2-3 വർഷമായി. അവിടെ 3-4 പല്ല് പാർട്ടിക്ക് വേറെ വെക്കാനാവൂന്നാണോ സംശയം? സാറിന് എത്ര വയസ്സുണ്ട്? 30. തീർച്ചയായിട്ടും വെക്കാം. അത് ഊഞ്ഞ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രായം ഒരു പരിധിയല്ല. നമുക്കിപ്പോൾ 85 വയസ്സുള്ള ആളിനും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 28 പല്ലുകളും വേണമെങ്കിൽ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സാറിന് ഇപ്പോൾ ഫിക്സഡ് ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൻ്റൽ ഇംപ്ലാന്റുകളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. നമുക്ക് എല്ലിൻ്റെ ഒരു സാന്ദ്രത നോക്കിയതിന് ശേഷം, ബോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഐഡിയലി ചെയ്യേണ്ടത് 3 മാസത്തിനുള്ളിൽ തന്നെ പല്ല് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ വർഷം കൂടുന്തോറും അവിടെ എല്ലുകൾക്ക് കൂടുതലായിട്ട് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടാകും. എന്നാലും പ്രശ്നമില്ല, നമുക്ക് ആ ഒരു ബോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു അളവിലുള്ള ഡെൻ്റൽ ഇംപ്ലാന്റ്സ് വയ്ക്കാവുന്നതേ ഉള്ളൂ. ആ ഇംപ്ലാന്റ്സ് ഇട്ടതിന് ശേഷം ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ ക്രൗൺസ് വയ്ക്കാം, കൺവെൻഷണൽ രീതിയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ വേണമെങ്കിൽ പല്ലുകൾ ഒരു 24 മുതൽ ചിലപ്പോൾ ചില കേസുകളിൽ ഐഡിയലാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കൊണ്ട് വേണമെങ്കിലും ക്രൗൺ ലോഡ് ചെയ്യാവുന്ന തരത്തിലുള്ള കോർട്ടിക്കോ ബേസൽ രീതിയിലുള്ള ഇംപ്ലാന്റുകളും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു പല്ല് വയ്ക്കുന്ന ഒരു ഡോക്ടറെ കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകൾ നടത്തിയതിന് ശേഷം വൈറ്റമിൻ ഡി വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറവുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് വൈറ്റമിൻ ഡി ഒരു സപ്ലിമെൻറ്റേഷനോടെ ചെയ്ത് അതൊരു കൃത്യമായിട്ടൊരു എപ്പോഴൊരു 30-35 ആ ലെവലിൽ വൈറ്റമിൻ ഡിയും കൂടെ ഉള്ളതാണ് ഏറ്റവും അഭികാമ്യം. ഓക്കെ രഞ്ജിത്ത്, ഓക്കെ രഞ്ജിത്ത്, മനസ്സിലായിരുന്നിരുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമ്മളെ രഞ്ജിത്ത് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്മൈൽ ഡോണറിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ്. ഇപ്പോൾ ഈ സ്മൈൽ മേക്ക് ഓവർ, ഈ സ്മൈൽ ഡോണർ, കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, ഇങ്ങനെയൊക്കെ നമ്മൾ ദന്തചികിത്സാ മേഖലയിലെ പരിവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ മുഖ്യമായിട്ട് പറയുന്ന 3D സ്മൈൽ ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. എന്താണ് 3D സ്മൈൽ ഡിസൈനിങ്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ സ്മൈൽ മേക്ക് ഓവറിൽ തന്നെ ഒരു പരാമർശിക്കുകയുണ്ടായി. ഇപ്പോൾ ചില കേസുകളിൽ സ്മൈൽ ഡോണറിലും പറയുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ചിരി രൂപകൽപ്പന ചെയ്തിട്ട് നമുക്ക് പണ്ടത്തെ ഒരു കൺവെൻഷണൽ രീതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇംപ്രഷൻസ് എടുക്കണം. ആ ഇംപ്രഷൻസ് എടുത്തിട്ട്, അതായത് പല്ലിൻ്റെ അളവെടുത്തിട്ട്
അത് പിന്നെ മോഡലായിട്ട് കൺവേർട്ട് ചെയ്യുക, മോഡൽ പോർ ചെയ്തിട്ടായിരിക്കും ഒക്കെ ലാബിലോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത രീതിയിൽ അനുവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോഡലൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും അവിടെ ഉണ്ടാകുന്ന നമ്മുടെ ആ ഒരു ചില ഫിസിക്കലായിട്ടുള്ള ഉണ്ടാകുന്ന ചേഞ്ചസും ഒക്കെ തന്നെ ഈ മോഡലിൻ്റെ ചിലപ്പോൾ മോഡൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഈ മോഡലിൽ ചില ഡൈ സ്റ്റോണൊക്കെ പോർ ചെയ്യുമ്പോൾ അതിൽ ചില എയർ ബബിൾസ് ഒക്കെ ട്രാപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളിപ്പോൾ അനുവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് ഡിജിറ്റൽ ഡെൻറ്റിസ്ട്രി വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പല്ലിൻ്റെ അളവെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് സ്കാനർ ഉപയോഗിച്ചുകൊണ്ട്, ഇൻട്രാഓറൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് അത് സ്കാൻ ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ നമ്മളിപ്പോൾ നോർമലി ഉള്ള കാസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡിജിറ്റലായിട്ടുള്ള രീതിയിലുള്ള കാസ്റ്റുകൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സ്മൈൽ ഡിസൈൻ ചെയ്ത് കാണിക്കാൻ സാധിക്കും. അത് 3 ഡയമെൻഷനായിട്ട് നമുക്ക് അവരുടെ ആ സോഫ്റ്റ്വെയർസ് 3 ഡയമെൻഷണൽ 3D സ്മൈൽ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് രോഗിയുടെ കൂടി ആ ഒരു സജഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ചില ആൾക്കാർ പറയും നമുക്ക് കുറച്ചുകൂടി വീതി കുറഞ്ഞ പല്ലുകൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചില ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മേക്ക് ഓവർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു പല്ലായിരിക്കുന്നില്ല, ചില കേസുകളിൽ ഇപ്പോൾ ഒരു കോമ്പല് മുതൽ കോമ്പല് വരെ 6 പല്ലുകൾ കൃത്യമായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഗോൾഡൻ പ്രൊപ്പോർഷനും ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില പല്ലുകൾക്ക് ഇപ്പോൾ ഒരു അല്പം നീളം കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയാവുമെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ മോണ നമ്മൾ കുറച്ചുകൂടി ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ വരും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് 3D ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നമുക്കത് റീപ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള റീപ്രിൻറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു മോഡൽ അത് നമുക്ക് 3D പ്രിൻ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത്തരത്തിലുള്ള ചില മോഡൽസുകൾ ഉണ്ടാക്കിയതിന് ശേഷം അത് രോഗിക്ക് നൽകിക്കൊണ്ട് നമുക്കൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനൽ വർക്കിന് മുമ്പായിട്ട് ഒരു പ്രിപ്പറേറ്ററി ഒരു ഡ്രൈവ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു റീസെൻറ്റ് ടെക്നോളജിയാണ് 3D സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ, നമ്മുടെ ഒരു പ്രേക്ഷകൻ ലൈൻ ശരിയാണ്. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം, പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്താം. പേരെന്താണ്? ഓക്കെ, സ്വാഗതം മാഡം. എന്താണ് സംശയം? ഡോക്ടർ പറഞ്ഞോളൂ മാഡം. എന്റെ പല്ല് ഡെന്റൽ ഡോക്ടർ പറയുന്ന 6 മാസം കൂടുമ്പോ അങ്ങനെ ക്ലീൻ ചെയ്യണം പറയുന്നുണ്ട്. പക്ഷെ അത് ക്ലീൻ ചെയ്യുമ്പോ ഭയങ്കര പിന്നെ ഒരു പല്ല് താഴ്ച ഇളകിയിട്ടുണ്ട്. അത് കമ്പിട്ട് കെട്ടിയിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോ അങ്ങനെ ഒരുപാട് വേദന, ബുദ്ധിമുട്ട്. അതെ, പിന്നെ മോളിൽ 4 പല്ല് പോയിട്ടുണ്ട്. അപ്പൊ പല്ല് വിടവും വരുന്നുണ്ട്. ഇതാണോ കാരണം? എന്താ ചെയ്യുന്നത്? 63. സാധാരണയായിട്ട് നമുക്ക് പ്രായമാവുമ്പോഴത്തേക്കും ഈ പല്ലുകൾക്കിടയിലൊരു മൈഗ്രേഷൻ സംഭവിക്കും. ഒരു ദേശാടനം എന്നൊക്കെ പറഞ്ഞാൽ ഈ പല്ലുകൾക്കിടയിലൊരു വിടവ് വളരെ കൂടുതലായിട്ട് പത്തോളജിക് മൈഗ്രേഷൻ എന്ന് പറയും. നമ്മുടെ മോണരോഗം കാരണം നോർമലി പല്ലുകൾക്കിടയിൽ എല്ലാം ഉണ്ടാവും. ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാം അവിടുന്ന് ഇങ്ങനെ ദ്രവിച്ചു തുടങ്ങും. അപ്പോൾ പല്ലുകൾക്കിടയിൽ പതുക്കെ ഒരു ഗ്യാപ്പ്, ഒരു 30 വയസ്സ് കഴിയുന്ന ആൾക്കാർക്ക് തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പതിയെ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വന്ന് തുടങ്ങും. ഒരു 40-45 വയസ്സാകുമ്പോൾ അത് കൂടുതലായിരിക്കും. അപ്പം മോണരോഗമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തിലൊരിക്കൽ പല്ല് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ലേപനങ്ങളുണ്ട്, നമ്മൾ പുറമേക്ക് പുരട്ടുന്ന മരവിപ്പിക്കുന്ന തരത്തിലുള്ള അനസ്തെറ്റിക് ജെല്ലുകളുണ്ട്. ഇപ്പം മിക്കവാറുള്ള ക്ലിനിക്കുകളിലൊക്കെ ആ ജെല്ലുകൾ അപ്ലൈ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് പല്ല് ക്ലീൻ ചെയ്യുക. അങ്ങനെ ജെല്ലുകൾ അപ്ലൈ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എന്താണ് മാഡം? ശരി. എവിടെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഈ ഒരു അനസ്തെറ്റിക് ജെല്ലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പുളിപ്പ് വരേണ്ട കാര്യമില്ല. ഒരുപാട് മോണ ഇറങ്ങിയിരിക്കുന്ന പല്ലുകളാണെന്നുണ്ടെങ്കിൽ പല്ലുകൾ ചിലപ്പോൾ തൊടുമ്പോഴത്തേനും ആ ടിപ്പ് വെച്ച് തൊടുമ്പോഴത്തേക്കും വളരെ പുളിപ്പ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ചെറുതായിട്ട് നമ്മൾ ഒരു ഇൻസുലിൻ നീഡിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മരവിപ്പിച്ചിട്ട് നമുക്ക് ആ പല്ല് ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ പുളിപ്പ് പേടിച്ചിട്ട് മാഡം ഈ ക്ലീനിങ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ക്ലീനിങ് ചെയ്യാതിരിക്കുന്നതോറും കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. ഓക്കെ ഹേമ മാഡം, മനസ്സിലായിരുന്നു വിളിച്ചതിന്. ഓക്കെ മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം മടങ്ങി വരാം. സാമൂഹ്യ പാഠത്തിൽ ഇനിയൊരു ഇടവേള. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗാ റീജുവനേഷൻ, മിനിസ്ട്രി ഓഫ് ജൽശക്തി എന്നീ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഭൂഗർഭജലം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ, മഴവെള്ള സംഭരണം, ജലത്തിന്റെ പുനരുപയോഗം, മെച്ചപ്പെട്ട ജലസ്രോതസ്സുകളുടെ പരിപാലനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികച്ച സംഘടനകളെ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി
6ാമത് നാഷണൽ വാട്ടർ അവാർഡുകൾക്കായി അപേക്ഷകൾ ക്ഷണിക്കുന്നു. മികച്ച സംസ്ഥാനം, മികച്ച ജില്ല, മികച്ച നഗര തദ്ദേശ സ്ഥാപനം, മികച്ച സ്കൂൾ കോളേജ്, മികച്ച സ്ഥാപനം, മികച്ച ഗ്രാമപഞ്ചായത്ത്, മികച്ച ജല ഉപഭോക്തൃ അസോസിയേഷൻ, മികച്ച വ്യവസായം, മികച്ച സിവിൽ സമൂഹം എന്നിങ്ങനെ 9 വിഭാഗങ്ങളിലാണ് മത്സരം. എൻട്രികൾ അയക്കേണ്ട വിലാസം www.awards.gov.in. അവസാന തീയതി 2024 ഡിസംബർ 31. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം സാമൂഹ്യപാഠം. നാം ഇന്ന് സാമൂഹ്യപാഠത്തിൽ സംസാരിക്കുന്ന വിഷയം കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയുടെ സാധ്യതകൾ എന്നതിനെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ മണികണ്ഠൻ GR, മോണരോഗ വിദഗ്ധൻ, ഗവൺമെൻറ് അർബൽ ഡെന്റൽ ക്ലിനിക്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഡോക്ടർ, നമ്മളിപ്പോൾ ഒരു പ്രേക്ഷകർ ലൈനിൽ വെയിറ്റ് ചെയ്യാണ്. നമസ്കാരം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് മരിയാന്നാണ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ മാഡം, സാമൂഹ്യപാഠത്തിലേക്ക് സ്വാഗതം. എന്താണ് സംശയം എന്ന് ഡോക്ടറോട് ചോദിക്കും. ചോദിച്ചോളൂ മാഡം. എന്റെ പല്ല് കെട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ 31 വയസ്സായി. അപ്പൊ പല്ല് കെട്ടിയ ശേഷം 2 വർഷം മറ്റേ പ്ലെയിൻ കമ്പി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 2 വർഷം ഞാൻ ഇട്ടു. ഇപ്പൊ ഒരു 6 മാസത്തിന് ശേഷം എനിക്ക് ആദ്യത്തെ നിലയിൽ ഗ്യാപ്പ് വന്നു തുടങ്ങി. അതായത് മാഡത്തിന് ഈ മറ്റേ മുത്ത് കമ്പിയല്ലേ ഇട്ടത്? ആദ്യം ഫിക്സഡ് കമ്പിയല്ലേ ആദ്യം ഇട്ടിരുന്നത്? ആദ്യം ആ ബ്രേസസ് ഇടുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ആദ്യത്തെ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് പല്ലിന്റെ ഇടയിലുള്ള വിടവ് തന്നെയായിരുന്നോ അതോ തള്ളലായിരുന്നോ? എനിക്ക് 4 പല്ല് എടുത്തിട്ടാണ് ഇട്ടത്. അപ്പൊ സ്പേസ് ഇല്ലായിരുന്നു, അപ്പൊ അല്ലേ ഞെരുങ്ങിയിരിക്കുകയായിരുന്നു. ഇപ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ ഇടയ്ക്ക് ഇപ്പൊ ചെറിയ വിടവ് വരുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോണയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട്. മോണരോഗം വന്നു കഴിഞ്ഞാൽ പല്ലുകൾക്കിടയിലുള്ള എല്ല് നഷ്ടപ്പെടുമ്പോൾ ചെറുതായിട്ട് വിടവ് വന്നു തുടങ്ങും. മുൻപേ വിടവുള്ള കേസാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മുടെ ഈ മേൽത്താടിയിലെ മുൻനിര പല്ലിൻ്റെ ഇടയ്ക്കൊരു ദശയുണ്ട്, ഫ്രീനം എന്ന് പറഞ്ഞൊരു ദശയുണ്ട്. ആ ദശ ഏൽപ്പിക്കുന്ന ഒരു മർദ്ദം കാരണവും ചില ആൾക്കാർക്ക് അത് പക്ഷേ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ 2 പല്ലിൻ്റെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പല്ലിൻ്റെ ഇടയ്ക്ക് സെന്ററിലെ പല്ലിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആ ഫ്രീനം എന്ന് പറഞ്ഞ ദശയുടെ ഒരു മർദ്ദമാണെന്ന് ഡോക്ടറെ കാണിച്ച് പരിശോധിപ്പിക്കുക. ഫ്രിനെക്ടമി എന്ന് പറയുന്ന ലഘുവായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ വഴി നമുക്ക് ലേസറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് നീക്കം ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാ പല്ലിലും വിടവ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ അതെ അലൈനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും വീണ്ടും. പക്ഷേ അലൈനർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൺവെൻഷണൽ ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഇപ്പോൾ മാഡം പറഞ്ഞല്ലോ മറ്റേ ഒരു മുത്ത് കമ്പി ഇട്ടതിന് ശേഷം ഒറ്റ കമ്പി ഇട്ടെന്ന് പറഞ്ഞല്ലോ, ഒരു റീറ്റെയിനർ ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അലൈനേഴ്സിലും റീറ്റെയിനേഴ്സ് ആയിട്ടുള്ള അലൈനേഴ്സ് ഉണ്ട്. അലൈനർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷവും അവിടെ ഒരു 1.5 വർഷം പിന്നെ പാസീവായിട്ടുള്ള ഫോഴ്സ് വരുന്നതിനെയാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. പാസീവായിട്ട് ഫോഴ്സ് വരാതെയുള്ള റീറ്റെയിനേഴ്സ് അലൈനേഴ്സ് ആയിട്ടുള്ള റീറ്റെയിനേഴ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അലൈനേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ മാഡം, മനസ്സിലായിരുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്മൈൽ ഡിസൈനെ കുറിച്ചും സ്മൈൽ മേക്ക് ഓവറിനെ കുറിച്ചും അതുപോലെ തന്നെ 3D സ്മൈൽ ഡിസൈനിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആദ്യമായിട്ട് മനസ്സിൽ ചിന്തിക്കുന്ന ഇതിൻ്റെ ഒരു കോസ്റ്റ്, ചിലവ് എത്തരത്തിലായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചിലവിനെ കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ? തീർച്ചയായിട്ടും. അപ്പോൾ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്. ഇപ്പോൾ ഈ കോളർ സൂചിപ്പിച്ച പോലെ അലൈനേഴ്സിൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യൻ ആയിട്ടുള്ള അലൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 50,000 തുടങ്ങിയിട്ട് ചിലപ്പോൾ ഒരു 80,000 ആ റേഞ്ചിലൊക്കെ വരാം. അപ്പോൾ അതിൽ തന്നെ ആൻറ്റിയർ ഒള്ളി പാക്കേജസ് ഒക്കെ ലഭ്യമായിട്ടുണ്ട്. ആൻറ്റിയർ ഒള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഓപ്ഷൻ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ അലൈനേഴ്സ് കൊടുക്കുന്നത്. അതായത് ചില ആൾക്കാർക്ക് മുൻനിര പല്ലുകൾ മാത്രം കറക്റ്റ് ചെയ്താൽ മതി എന്നുള്ള ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐഡിയലി നമ്മളൊരു ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോഴത്തേക്കും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഹാർമോണിയസ് ആയിട്ടുള്ളൊരു ഒക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഫുൾ പല്ലുകൾ കൃത്യമായിട്ട് അലൈൻ ചെയ്തെടുക്കുന്നതാണ്. പക്ഷേ ചില പേഷ്യൻസ് ഈ കോസ്റ്റിൻ്റെ ഫാക്ടർ വെച്ചിട്ട് ആൻറ്റീരിയർ ഒള്ളി എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന ആ ഭാഗം മാത്രം, അതായത് മുൻനിരയിലുള്ള ആ 12 അല്ലെങ്കിൽ 14 പല്ലുകളോ മാത്രം കറക്റ്റ് ചെയ്തെടുക്കുന്ന രീതിയുണ്ട്. അത് ആൻറ്റീരിയർ ഒള്ളി പാക്കേജ് ആയിട്ടുള്ള അലൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതുപോലെ ഒരു 37,000 ആ റേഞ്ചിലൊക്കെയുള്ള രീതിയിലും അലൈനേഴ്സ് ലഭ്യമായിട്ടുണ്ട്. ഇൻവിസലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 1 lakhന് മുകളിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇൻവിസലൈൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൽ തന്നെയും ഒരുപാട് നമുക്കിപ്പോൾ ഈ എല്ലായിടത്തും EMIs ആണല്ലോ. ഇപ്പോൾ ഈ പറയുന്ന കമ്പനീസൊക്കെ തന്നെ അതൊരു സ്പ്ലിറ്റ് ചെയ്ത് ഫിനാൻസ് പോലെ സ്പ്ലിറ്റ് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്മൈൽ മേക്ക് ഓവർ വരികയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രൗൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ക്രൗൺസ് പല ലാബുകളിൽ പല ചാർജുകളായിരിക്കും. നമ്മൾ അതിൽ തന്നെ ഈ പല ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ അതിനകത്ത് സിർക്കോണിയാണ് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത്, അതായത് മെറ്റൽ ഫ്രീ എന്ന് പറയും. ഉള്ളിൽ ലോഹമില്ലാതെ അകത്ത് പല്ലിൻ്റെ നിറത്തിലുള്ള മെറ്റീരിയൽസ്. അതിനിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 8500 തുടങ്ങിയിട്ട് അങ്ങോട്ട് നമുക്കൊരു 17,000 വരെയുള്ള മെറ്റീരിയൽസും ഉണ്ട് നോർമലായിട്ടുള്ള സിർക്കോണി. അതിൽ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് മാക്സ് എന്ന് പറയും. നമ്മുടെ സ്വന്തം പല്ലുമായിട്ട് അത്രയും തന്നെ ഏതാണ്ട് സ്വന്തം പല്ലാണെന്ന് അല്ലാന്ന് ആരും പറയാത്ത രീതിയിലുള്ള അത്രയ്ക്ക് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള, അതായത് അർത്ഥസുതാര്യത കൂടിയുള്ള ട്രാൻസ്ലൂസൻസി കൂടി കൈമുതലായിട്ടുള്ള തരത്തിലുള്ള ക്രൗൺസിനെയാണ് മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രൗൺസ് കൂടുന്നതനുസരിച്ചിട്ട് 25,000 വരെ പെർ ക്രൗണിന് റേറ്റ് വരുന്ന, അല്ലെങ്കിൽ വെനിയറിന് റേറ്റ് വരുന്ന തരത്തിലുള്ള ക്രൗൺസ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്യുന്ന, ഇപ്പോൾ നമുക്കൊരു ഐഫോണും S24 അൾട്രയും ഉണ്ട്, നമുക്ക് ഓപ്പോയും വിവോ ഉണ്ടെന്ന് പറഞ്ഞ പോലെ പല രീതിയിലുള്ള മൊബൈലുകളുണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് മെറ്റീരിയലാണോ നമ്മൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ബ്രാൻഡ് വാല്യൂ മെറ്റീരിയലിനനുസരിച്ചിട്ട് 3M പോലെയുള്ള ക്രൗൺസ് ഉണ്ട്. 3M ബ്രാൻഡ് വാല്യൂ കൂടിയ മെറ്റീരിയലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്രൗൺ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കോസ്റ്റ് അല്പം കൂടി നിൽക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായിട്ടും. ഈ നമ്മളിപ്പം കറുത്ത നിറമുള്ള മോണയുള്ളവർ, അവർ പലപ്പോഴും ഈ കറുത്ത നിറമുള്ള മോണയുടെ നിറവ്യത്യാസം വരുത്താൻ സാധിക്കുമോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ പലപ്പോഴും ഈ ദന്തചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും മെലാനിൻ എന്ന് പറയുന്ന ഈ ഒരു രാസവസ്തു അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ആ ഒരു നിറം കൂടുന്നത്. അപ്പോൾ മോണയിലും മെലാനിൻ എന്ന് പറയുന്ന ഒരു വസ്തു കോശങ്ങളിൽ അമിതമായിട്ട് ഉണ്ടാകുമ്പോഴാണ് മോണ കറുത്ത നിറത്തിലാകുന്നത്. അപ്പോൾ നമുക്ക് അതിനെ മാറ്റുന്ന രീതിയെ പറയുന്നത് ഡീപിഗ്മെൻറ്റേഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ മോണയെ നമുക്ക് ആ കറുപ്പ് നിറം മാറ്റിയിട്ട് പഴയതുപോലെ ഒരു ഇളം പിങ്ക് നിറത്തിലോ ഒക്കെ ആക്കാനായിട്ട് സാധിക്കും. അതിന് പല രീതിയിലുള്ള ടെക്നിക്സ് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ലേസർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ലേസർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജിഞ്ചേവൽ ഡീപിഗ്മെൻറ്റേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ലേസർ ഉണ്ട്, അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ടുള്ള ചില ജിഞ്ചേവൽ ട്രിമ്മിങ് ബറുകൾ, ചെറിയ ഉപകരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഇത് പരിഹരിക്കാൻ സാധിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ പല്ലുകൾ ചൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ ടോണുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ ഒരുപാട് ഡാർക്കായിട്ടുള്ള സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ അതിനുമായിട്ട് ഒന്ന് യോജിച്ച് പോകുന്ന രീതിയിലുള്ള ഗമ്മിൻ്റെ ടോണാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരുപാട് ഫെയർ സ്കിൻഡ് ആയിട്ടുള്ള ഒരാളാണ്, അവരുടെ ഗമ്മ് മാത്രം വളരെ ഡാർക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിരിക്കുമ്പോൾ ഒരു അഭംഗി ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ സ്കിന്ന് ടോണുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, കോംപ്ലക്ഷനുമായിട്ട് മാച്ച് ആവുന്നു നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് ഇത് ചെയ്ത് വൺ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് റെക്കറൻസ് റേറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പല സ്റ്റഡീസ് പല രീതിയിലാണ് പറയാറ്. അപ്പോൾ നമ്മുടെ ജനറ്റിക് മേക്കപ്പ് അനുസരിച്ച് ഇപ്പോൾ ഒരാളിന് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാളിന് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10-12 വർഷം ഇതിങ്ങനെ തന്നെ നമ്മുടെ ആ റിസൾട്ട് അതുപോലെ തന്നെ നിൽക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ 9 മാസം കഴിയുമ്പോൾ വീണ്ടും ചെറിയ തോതിൽ, അപ്പോൾ അത് അവരുടെ ബോഡിയിൽ എങ്ങനെയാണ് മെലാനിൻ്റെ ആ ഒരു നേച്ചർ പ്രൊഡക്ഷൻ വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. തീർച്ചയായിട്ടും ചില ആൾക്കാർ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ മുന്നോടിയായിട്ടൊക്കെ ചെയ്യുന്നുള്ള തീർച്ചയായിട്ടും നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 9 മന്ത്സിനുള്ളിൽ അധികം റെക്കറൻസ് വന്നതായിട്ടുള്ള പഠനങ്ങളില്ല. ഏറ്റവും ഇത് വേഗത്തിൽ വന്നത് 9 മാസമൊക്കെയാണ് ലിറ്ററേച്ചറിൽ പറയുന്നത്. ഏറ്റവും താമസിച്ച് വന്നത് ഏതാണ്ട് 10-12 വർഷം വരെയും ആ റിസൾട്ട് നിന്ന രീതിയിലുള്ള പഠനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ മോണ കറുത്തത് കൊണ്ടാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനെ നോർമലി ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പിങ്ക് നിറത്തിലോട്ട് മാറ്റിയെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഡോക്ടർ, നമ്മുടെ ഷോ ഏകദേശം വൈൻഡപ്പിലേക്ക് കടക്കുമ്പോൾ ഈ FMR ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും ഈ ദന്തചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ്. എന്താണ് FMR ട്രീറ്റ്മെൻറ്റ് എന്ന് ലഘുവായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാം? അതെ, ഈ സ്മൈൽ ഡിസൈനിങ് ഒക്കെ നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും 1-2 പല്ലുകൾക്ക് മാത്രം. ഇപ്പോൾ ഒരു മാഡം ചോദിച്ചു പ്രായം ഒരു തടസ്സമാണെന്നുള്ളത്. അപ്പോൾ FMR അല്ലെങ്കിൽ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പല്ലിൻ്റെ കുറ്റികൾ മാത്രം ഉള്ളെങ്കിൽ കൂടി തന്നെയും അതിനെയൊക്കെ തന്നെ ഗം ഷേപ്പ് ചെയ്തിട്ട് അവിടെയെല്ലാം കൃത്യമായിട്ട് നമുക്ക് 28 പല്ലുകളും കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കും. ചില പല്ലുകളിൽ നമുക്ക് ക്രൗൺസ് ആവശ്യമില്ല. ടേബിൾ ടോപ്പ് ഡെന്റിസ്ട്രി എന്ന് പറയാറുണ്ട്. ഓവർ ലേസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ബയോമൈമറ്റിക് റെസ്റ്റോറേഷൻ എന്ന് പറയും. നമ്മുടെ പല്ലുകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ഫില്ലിങ്ങുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ബയോമൈമറ്റിക് ആയിട്ടുള്ള ഓവർലേസ് പോലെയുള്ള റെസ്റ്റോറേഷൻസ്, ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ക്രൗൺസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഒരു 72 മണിക്കൂർ കൊണ്ട് തന്നെ വേണമെങ്കിൽ കൃത്യമായിട്ട് ഫുള്ളായിട്ട് എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ട ഒരാളിന് തന്നെ കൃത്യമായിട്ട് ആ ഒരു 28 പല്ലും കൊടുക്കാനായിട്ട് സാധിക്കും. 32 പല്ല് നമുക്ക് ചവയ്ക്കാൻ ആവശ്യമില്ല. നമുക്ക് വിസ്ഡം ടൂത്ത്, വിവേകദന്തങ്ങൾ ചവയ്ക്കാൻ ആവശ്യമില്ല. ഒരാൾക്ക് 28 പല്ലുകൾ മതിയാവും ചവയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റോർ ചെയ്തെടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റിന് പറയുന്ന പേരാണ് FMR അല്ലെങ്കിൽ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഒരു പാർട്ടാണ് FMR എന്ന് പറയുന്നത്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ നമുക്ക് സമ്മേളിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ FMR എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്നിപ്പോൾ സ്മൈൽ ഡോണർ കോൺസെപ്റ്റ് പോലെ നമ്മൾ ഒരുപാട് ചെയ്തു പോരുന്ന ഒന്നാണ് FMR എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള പുഞ്ചിരി നൽകാൻ കഴിയുന്ന, അത് ഏത് പ്രായത്തിലും, ഒരു 30 വയസ്സോ അല്ല, അതേ ആ ഒരു രീതിക്ക് തന്നെ 85 വയസ്സുള്ള ആളിന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനോഹരമായിട്ടുള്ള പുഞ്ചിരി കൊടുക്കാൻ സാധിക്കും. പ്രായം ഒരു വിലങ്ങ് തടിയല്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചികിത്സ കൂടിയാണ് FMR അല്ലെങ്കിൽ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഡോക്ടർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിച്ചത് ദന്തചികിത്സാ മേഖലയിലെ നൂതന മാറ്റമായ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെക്കുറിച്ചും സ്മൈൽ ഡിസൈനിങ്ങിനെ കുറിച്ചും സ്മൈൽ മേക്ക് ഓവറിനെ കുറിച്ചും ഒപ്പം നൂതനമായ ഒട്ടനവധി ചികിത്സാ രീതികളെക്കുറിച്ച് സംസാരിക്കുകയും വളരെ വിശദമായി പ്രേക്ഷകരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമെല്ലാം ഉത്തരം നൽകുകയും ചെയ്ത ഡോക്ടറിന് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സാമൂഹ്യ പാഠം ഇന്നിവിടെ ഇങ്ങനെ പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.